വ്യാപാരികൾ ഏലം ലേല കേന്ദ്രങ്ങളിൽ ഏലക്കായ്ക്ക് റീപൂളിംഗ് നടത്തുന്നത് വിലക്കിയ സ്പൈസസ് ബോർഡ് നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് കർഷക സംഘടന. കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ചത് ഒരു വിഭാഗം വ്യാപാരികൾ ഉൾപ്പെട്ട സംഘടനയാണെന്നാണ് വിവരം. സംഭവത്തിൽ പ്രതിഷേധവുമായി കർഷകരും രംഗത്ത് വന്നു. വ്യാപാരികൾ ലേലകേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഏലക്കായ അവർ തന്നെ വീണ്ടും ലേലത്തിന് വയ്ക്കുകയും വാങ്ങുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് റീപൂളിംഗ് തടയുവാൻ സ്പൈസസ് ബോർഡ് സർക്കുലർ ഇറക്കിയത്. റീപോളിംഗ് ലേല സമ്പ്രദായത്തിന്റെ ഉദ്ദേശശുദ്ധിയെ നഷ്ടപ്പെടുത്തുമെന്നും ലേല ഏജൻസികൾ അടിയന്തരമായി ഉത്തരവ് നടപ്പാക്കണമെന്നും സർക്കുലറിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ലേലകേന്ദ്രത്തിൽ പതിയുന്ന ഏലക്കായയുടെ അളവിൽ 25% മാത്രമാണ് വ്യാപാരികൾക്ക് പതിയുവാൻ അവകാശമുള്ളത്. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സംഘടന ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് കർഷക വിരുദ്ധ നിലപാടാണ് ാണ് കർഷകരുടെ അഭിപ്രായം. ഏലം വ്യാപാര രംഗത്ത് കൃഷിക്കാർക്ക് ഏറ്റവും ദ്രോഹകരമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഏലം റീപൂളിംഗ്. വ്യാപാരികളെ ലേലകേന്ദ്രങ്ങളിൽ നിന്ന് ഏലക്ക വാങ്ങുക, അവ ഗ്രേഡ് ചെയ്തത് നല്ലത് മാത്രം പൊതുവിപണിയിൽ വിൽക്കുക, ബാലൻസ് വീണ്ടും ലേലകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക. ഇതുവഴി കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നം ലേലകേന്ദ്രങ്ങളിൽ പതിയുന്നതിനുള്ള ലോട്ട് നമ്പറുകൾ കിട്ടാതെയായി. ഒപ്പം വിലയിൽ ഗണ്യമായ കുറവുകൾ ഉണ്ടായി. ഇത് സ്വാഭാവികമായും കർഷകരുടെ പ്രതിഷേധത്തിന് കാരണമാക്കി. അത് മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് സ്പൈസസ് ബോർഡ് ഈ റീപൂളിങ്ങിന് ഓരോ പതിവിലും 25% മാത്രം വ്യാപാരികൾക്ക് അവകാശം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. എന്നാൽ ആ ഉത്തരവിനെതിരെ ഒരു വ്യാപാരി സംഘടന ഹൈക്കോടതിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു കേസ് ഫയൽ ചെയ്തു. ഇന്നോ നാളെ ഹൈക്കോടതി ബെഞ്ച് എടുക്കും. ഈ ലേല കേന്ദ്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൃഷിക്കാരുടെ ഉൽപ്പന്നം വിൽക്കാനുള്ള മാധ്യമമായിട്ടാണ് സ്പൈസസ് ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ വ്യാപാരികൾ ഇത്തരത്തിൽ റീപൂളിംഗ് വഴി ഏലക്ക കൊണ്ടുവരുന്നത് കർഷക വിരുദ്ധമാണ്. മാത്രവുമല്ല, ചില വ്യാപാരികൾ ഇതിനെ അട്ടിമറിക്കുവാൻ, 25% നിയന്ത്രണത്തെ അട്ടിമറിക്കുവാൻ ചില വൻകിട തോട്ട ഉടമകളുടെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുജനങ്ങളുടെയോ ഒക്കെ പേരിലുള്ള CR-ഉം കരമടച്ച രസീതും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാരുടെ പേരിലും ഇത്തരത്തിൽ ഏലക്ക പതിഞ്ഞ് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നീക്കത്തിനെതിരെ വ്യാപാരി സംഘടനകളും വ്യാപാരികളും പിന്മാറണം. ഇത് കർഷക വിരുദ്ധമാണ്. അല്ലെങ്കിൽ വലിയ കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഇത് വഴിതെളിക്കും. മുമ്പ് കർഷക വിരുദ്ധമായ ഇത്തരം നടപടികൾക്കെതിരെ കർഷക സംഘടനകൾ കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് സ്പൈസസ് ബോർഡ് സർക്കുലർ ഇറക്കുവാൻ തയ്യാറായത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.